എൻ്റെ ദൈവം, ഇത് കണ്ടോ ഐസ് കട്ട സ്ലാബാണ്, കണ്ടില്ല ഐസ്. നമ്മൾ എന്തോന്നടേ ഇത് ദൈവമേ, ഐസ് ബ്രേക്കർ ഷിപ്പ് പോകുന്ന എക്സ്പീരിയൻസ് പോലത്തെ സെയിം സംഭവം അല്ലേ. ഞാനിപ്പോൾ ഉള്ളത് ഫിൻലൻഡിലെ വാസ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അപ്പോൾ നമ്മുടെ ഫിൻലൻഡ് മല്ലു എന്നെ ഇവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്ത് ഞങ്ങൾ ടാറ്റയൊക്കെ പറഞ്ഞ് ഞാൻ ഇപ്പോൾ കപ്പൽ കയറാൻ വേണ്ടി പോവാണ്. വാസലൈൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ കപ്പലിലാണ് നമ്മളിവിടെ നിന്ന് നമ്മൾ ഫിൻലൻഡ് എന്ന് പറഞ്ഞ രാജ്യത്തുനിന്ന് നമ്മൾ സ്വീഡനിലേക്ക് പോകാൻ പോകുന്നു. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോകാം. അപ്പോൾ ടെക് ട്രാവലിറ്റി KLTUK നമ്മൾ അടുത്ത രാജ്യത്തേക്ക് പോകുന്നു, സ്വീഡൻ. നമ്മളിവിടെ നിന്ന് കപ്പലിലാണ് പോകുന്നത്. അടിപൊളി. ടു ദ ഷിപ്പിലേക്ക് പോകാനുള്ള വഴി. ഇവിടെ ആരും ഇല്ലല്ലോ, ഞാൻ മാത്രമേ ഉള്ളൂ. വണ്ടിയിലാണ് കൂടുതൽ ആൾക്കാർ പോകുന്നത്, ട്രക്കും കാറും ഒക്കെയാണ് കൂടുതൽ ആൾക്കാർ പോകുന്നത്. അതും വലിയ തിരക്കും ബഹളമൊന്നും ഇല്ലാത്ത ഒരു ഫെറിയാണ്. 42 യൂറോ ആണ് എനിക്ക് ഇവിടെ നിന്ന് 4.5 മണിക്കൂർ യാത്രയ്ക്ക് ടിക്കറ്റായത്. അത് ലാസ്റ്റ് സമയത്ത് എടുത്തുകൊണ്ടാണ്, ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു 20 യൂറോ 25 യൂറോയ്ക്കൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ പാസ്പോർട്ട് കാണിച്ച് നമ്മൾ ചെക്ക് ഇൻ ചെയ്യണം. പാസ്പോർട്ട് കാണിച്ച് എനിക്ക് ഒരു QR കോഡ് കിട്ടി. ഇതാണ് ബോർഡിംഗ് കാർഡ്. നമ്മൾ ജസ്റ്റ് ഇവിടെ സ്കാൻ ചെയ്യുന്നു, ഡോറ് തുറക്കുന്നു, നമ്മൾ അകത്തേക്ക് പോകുന്നു. കപ്പൽ വന്നിട്ടില്ല, നമുക്ക് അകത്ത് പോയി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഒരാൾക്ക് ഇഷ്ടംപോലെ സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. ആരും ഇല്ലടേ, ദൈവമേ. പെഡസ്ട്രിയനായിട്ട് ഞാൻ മാത്രമേ ഉള്ളെന്ന് എനിക്ക് തോന്നുന്നത്. സാധാരണ എല്ലാവരും വണ്ടിയും കൊണ്ടല്ലേ പോകുന്നേ. ഉണ്ട് WC, അടിപൊളി. ഒരൊറ്റ മനുഷ്യനില്ല, എനിക്ക് ഫുൾ എംപ്റ്റി. ഇത് വിളിച്ച് ഇതിലെയാണ് നമ്മൾ കപ്പലിൽ കയറേണ്ടത്. പക്ഷെ അത് തുറന്നിട്ടില്ല. അവിടെ കംപ്ലീറ്റ് കടലൊക്കെ ഐസായി കിടക്കുക. നോക്കി, എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അവിടെ ഐസായി കിടക്കുക. അപ്പോൾ ഞാൻ കപ്പലിൽ കയറുമ്പോൾ കാണിക്കാൻ രസമായിരിക്കും. ഞാൻ ഇവിടെ ഇരിക്കാൻ നേരം എനിക്ക് തോന്നുന്നു 2 ബസ്സിന് കുറേ ആളുകൾ വന്നു. അവരെല്ലാം പ്രായമുള്ള ആൾക്കാർ. അതായത് എല്ലാവരും ഒരു 60 അല്ല 70 മുകളിലുള്ള ആൾക്കാർ. അത്ര പ്രായമുള്ള ആൾക്കാർ. അതിൽ കൂടുതലും കപ്പിൾസാണ്, ഭാര്യയും ഭർത്താവുമായിട്ട് ട്രാവൽ ചെയ്യുന്നവരാണ്. ശരിക്കും ഇങ്ങനെയൊക്കെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ, ഇത്രയും പ്രായമായിട്ടും യാത്ര ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് ഈ യൂറോപ്പിൽ എവിടെ പോയാലും കാണാൻ സാധിക്കും. അവർക്ക് പ്രായം ഒരു പ്രശ്നമല്ല. അവരിങ്ങനെ നടന്ന് വരും, കുന്നും മലയൊക്കെ കയറി ഇങ്ങനെ യാത്ര ചെയ്യുന്ന കാണാൻ സാധിക്കും. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നോക്കാം, അതായത് എല്ലാം വെളുത്ത മുടിയാണ്. വെളുത്ത മുടി എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ എല്ലാവർക്കും വെളുത്ത മുടിയുണ്ട്, പക്ഷേ എല്ലാവരും അത്ര ഏജ്ഡായിട്ടുള്ള ആളുകളാണേ. അപ്പോഴാണ് നമ്മളിപ്പോഴും പ്രായമായി കഴിഞ്ഞാൽ വീട്ടിൽ ഇരിക്കണമെന്നും പറഞ്ഞുകൊണ്ടുള്ള ആറ്റിറ്റ്യൂഡും വെച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ അല്ലേ, 100% ലിറ്ററസി അതിൻ്റെ പ്രശ്നമാണ്. അവിടെ കണ്ടോ മോനെ, കടലൊക്കെ കിടക്കുന്ന കണ്ടോ, ഐസായിട്ട് കിടക്കുന്നുണ്ടോ കടലൊക്കെ. കപ്പലവിടെ വന്ന് കിടപ്പുണ്ട്. എൻ്റെ ദൈവം, ഞാൻ ശരിക്കും ഇങ്ങനെ ആദ്യമായിട്ടോ കാണുന്നത്. ഇതൊരു രക്ഷയില്ല കേട്ടോ. അത് കണ്ടോ, അതായത് മഞ്ഞ് പാളികളൊക്കെ പൊട്ടിക്കിടക്കുന്ന കണ്ടോ. ശരിക്കും ഈ ടൈൽസിൻ്റെയും അതേപോലെ തന്നെ ഗ്രാനൈറ്റിൻ്റെയൊക്കെ കഷ്ണങ്ങൾ കിടക്കുന്ന പോലെ തന്നെ ഐസ് പാളികൾ ഇങ്ങനെ പൊട്ടിക്കിടക്കുന്ന കണ്ടോ. അതിനിടയ്ക്കൂടാണ് ആ കപ്പൽ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടിരിക്കുന്നത്, കണ്ടില്ലേ. അതോ അറോറ അങ്ങനെ എന്തോ പേരുള്ള കപ്പലാണ്. ഇതൊരു രക്ഷയില്ല കേട്ടോ. ഇത് പൊളിച്ച് ശരിക്കും ഒരു മാസം മുന്നേയൊക്കെ വരുമായിരുന്നെങ്കിൽ ശരിക്കും ഈ ഐസ് ബ്രേക്കേഴ്സ് ഉപയോഗിച്ചാണ് ഇവിടുത്തെ ഈ ഐസൊക്കെ ഇവർ പൊട്ടിച്ചിടുന്നത്, മനസ്സിലായില്ലേ. ഇവിടെ എല്ലാം ഇത് തന്നെ. എൻ്റെ ദൈവം, അത് കണ്ടോ, അടിപൊളി മോനെ. ഇത് ഭയങ്കര വലിയ കപ്പലാന്ന് തോന്നുന്നു കേട്ടോ. കാരണം കുറേ ലോറികളും ട്രക്കുകളൊക്കെ വലിയ വണ്ടികളൊക്കെ അതിനകത്തോട്ട് കൊണ്ട് കയറ്റുന്നുണ്ട്. ഈ കാണുന്ന സ്ഥലം കണ്ടോ, കപ്പലിൻ്റെ ഫ്രണ്ടിലൂടെയാണ്. അതായത് കപ്പലിൻ്റെ നേരെ കപ്പൽ അവിടെ കൊണ്ട് നിർത്തിയിട്ട് വാ പൊളിച്ചിട്ടുണ്ട്. ആ വായിലൂടെ ആണ് ഈ വണ്ടികളൊക്കെ അകത്തേക്ക് കയറുന്നത്, കണ്ടില്ലേ. നമുക്കൊരു ട്രക്ക് ഇറങ്ങി പോകുന്നുണ്ടോ, ഓരോരോ വണ്ടികൾ എന്ത് സ്പീഡിലാണ് പോകുന്നത്. ഇത് കണ്ടില്ലേ, നോക്ക്, ഐസ് പാളികളൊക്കെ കംപ്ലീറ്റ് കുത്തിപ്പൊളിച്ച്. എന്തായാലും ഈ കപ്പൽ ഇവിടെ കൊണ്ട് ഇങ്ങനെ ഡോക്ക് ചെയ്യുന്നവരെ സമ്മതിക്കണേ. ഇത് ഇവിടെ ഇങ്ങനെ കറക്റ്റ് ഇവിടെ കൊണ്ട് നിൽക്കണ്ടേ, അത് ഇടിച്ച് കയറാതെ കറക്റ്റ് ഇത്രയും വലിയ ഷിപ്പ് അത് ഇവിടെ കൊണ്ടുവന്ന് ബ്രേക്ക് ചെയ്ത് പിടിച്ച് നിർത്തുക എന്ന് പറയുന്നത് എന്തൊരു കഴിവ് വേണ്ട പരിപാടിയായിരിക്കും. വെള്ളത്തിൽ കിടക്കുന്ന സാധനമല്ലേ, നമ്മൾ വണ്ടിയൊക്കെ നിർത്തുന്ന പോലെ നിർത്താൻ പറ്റുമോ ആവോ. കണ്ടില്ലേ, ഈ കപ്പലിൻ്റെ വലിപ്പത്തിൻ്റെ മുമ്പിൽ ആ കാണുന്ന കണ്ടെയ്നർ ലോറികളൊക്കെ കണ്ടില്ലേ, എന്ത് കുഞ്ഞ് ചെറിയ വണ്ടിയാന്ന് നോക്ക്. അയ്യോ, അതൊക്കെ വന്ന് കയറുന്നുണ്ട് അതിനകത്തോട്ട്. എത്ര ഓർഗനൈസ്ഡ് ആയിട്ട്, എത്ര നീറ്റാണ്, എത്ര അടിപൊളിയായിട്ടാണ് ഇതൊക്കെ. ഇത് ശരിക്കും ഈ വണ്ടികളെല്ലാം കയറ്റി കഴിഞ്ഞിട്ട് ഈ സംഭവം ഹൈഡ്രോളിക്കാണ്. ആ കാണുന്ന സാധനം ഇത് കംപ്ലീറ്റ് കയറി ഇതെല്ലാം അടഞ്ഞ് ആണ് കപ്പൽ മുന്നോട്ട് പോവുക. എന്തോന്നറിയ ഇത്, എന്നാലും എന്തോരം വാടേ ഇങ്ങനെ. ഇതൊരു ഭയങ്കര സംഭവം കേട്ടോ. ശരിക്കും ഇവിടെ ഇങ്ങനെ കംപ്ലീറ്റ് ഈ ഐസെല്ലാം കൂടെ കുത്തിപ്പൊളിച്ച് ആയിരിക്കുമല്ലോ ഇതിവിടെ വന്ന് നിൽക്കുന്നത്. അത്ര കിടക്കുകയല്ലേ.
ഈ ഐസിൻ്റെയൊക്കെ എത്രത്തോളം ഇത് തണുത്ത് മരവിച്ച് ഐസായിട്ടുണ്ടെന്നൊക്കെ കണ്ടുപിടിക്കാനുള്ള ടെക്നോളജി ഇപ്പോൾ ഉണ്ട്. പണ്ടൊന്നും ഇല്ലായിരുന്നല്ലോ. അങ്ങനെയല്ലേ ബേസിക്കലി ഈ നമ്മുടെ ടൈറ്റാനിക്കൊക്കെ മഞ്ഞുമലയിൽ പോയിട്ട് ഇടിച്ചിട്ട് അപകടം ഉണ്ടായതൊക്കെ. പിന്നെ ഇപ്പോൾ ഐസ് ബ്രേക്കർ ഷിപ്പുകളുണ്ട്. അന്റാർട്ടിക്കൊക്കെ പോകുന്ന ഐസ് ബ്രേക്കിംഗ് ഷിപ്പുകൾ, പിന്നെ ഐസ് ബ്രേക്കേഴ്സ് വേറെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പല പല പരിപാടികൾ. അങ്ങനെ നമ്മൾ കപ്പലിലേക്ക് കയറുകയാണ് സുഹൃത്തുക്കളെ. വാ, അടിപൊളി കപ്പലാണല്ലോ. വലിയ തിരക്കൊന്നുമില്ല, കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഇത് കംഫർട്ട് ലോഞ്ച് എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് പേയ്മെൻറ്റ് കൊടുത്തിട്ട് കയറിയിരിക്കാനുള്ള സെറ്റപ്പാണ്. പൈസ കൊടുത്തിട്ട് വേണം അകത്ത് കയറിയിരിക്കാനുള്ള സെറ്റപ്പാണിത്. പിന്നെ ഇതെന്താ പരിപാടി? ഇതിനകത്ത് റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കോൺഫറൻസ് റൂം, പിന്നെ അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. കയറി വരുമ്പോൾ തന്നെ ഇത് റിസപ്ഷൻ. പിന്നെ ഇവിടെ നമുക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു സ്ഥലം, എന്തെന്നും മ്യൂസിയം ആൻഡ് അങ്ങനെ എന്തോ സംഭവം, കുട്ടികളുടെ കളിസ്ഥലമാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലം. ഇതിനകത്തുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട പോലത്തെ വലിയൊരു ഡ്യൂട്ടി ഫ്രീ ഷോപ്പ്, അത് തുറന്നു വരുന്നതേ ഉള്ളൂ. പിന്നെ എന്നൊക്കെ ഇതിനകത്തുള്ള ഇതിൻ്റെ ഔട്ടർ ഡെക്ക്, അപ്പർ ഡെക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല പല സംഭവങ്ങളൊക്കെ ഉണ്ടാകും. നമുക്ക് പോയി നോക്കാം. ബാഗ് വെക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ലോക്കേഴ്സ് അവൈലബിൾ ആണ്. സോ ബാഗ് വെക്കണമെന്നുണ്ടെങ്കിൽ അത് വെക്കാം. ഞാൻ എന്തായാലും ഇത്തവണ ബാഗ് നിർത്തുന്നില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ല. ഞാനങ്ങനെ കപ്പലിൻ്റെ മുകൾ ഭാഗത്ത് വന്നു. മുകൾ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും മേളിലൊന്നും അല്ല, ഇത് ഈ ഒരു ഏരിയയിൽ വന്നു കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ആ കപ്പൽ വരുന്ന ഒരു അടിപൊളി മോനെ. അവിടെ എല്ലാം ഐസ് കിടക്കുന്നുണ്ടോ? എൻ്റെ ദൈവം, ഇത് കണ്ടില്ലേ നമുക്ക്? ഇത് ഫുള്ള് ഇങ്ങനെയാണ്. ആ കപ്പൽ വരുന്ന ഭാഗം കംപ്ലീറ്റ്, അതായത് ബാക്കിയുള്ളതൊക്കെ ഐസാണ്. കപ്പൽ വരുന്ന ഭാഗം മൊത്തം ഇങ്ങനെ, വഴിയൊക്കെ കംപ്ലീറ്റ് ഇങ്ങനെ നടക്കും. എന്നൊക്കെ പരിപാടിയല്ലേ ഇവിടുത്തെ ഈ കപ്പൽ യാത്രകളെന്നൊക്കെ പറയുന്നത്. എല്ലാം ഭയങ്കര രസമുള്ള പരിപാടിയാണ്. നമ്മളെന്തായാലും ഇനി ഒരു കപ്പലും കൂടെ എടുക്കുക. നമ്മൾ സ്കോട്ട്ലൻഡിൽ നിന്ന് നമ്മൾ അയർലൻഡിലേക്ക്, നോർത്തേൺ അയർലൻഡിൽ പോകാനായിട്ട് നമ്മൾ ഇനി ഒരു കപ്പലും കൂടെ നമുക്ക് എടുക്കേണ്ടി വരും മിക്കവാറും. പിന്നെ തിരിച്ച് വീണ്ടും അവിടെ നിന്ന് ലണ്ടൻ, അത് ഫ്ലൈ ചെയ്തേ ഉള്ളൂ. അത് നമ്മളെ ട്രിപ്പ് കഴിഞ്ഞല്ലോ, ട്രിപ്പ് കഴിഞ്ഞ് പിന്നെ ഫ്ലൈ ചെയ്യാമല്ലോ. അങ്ങനെയൊക്കെ ചെയ്യാം. വേറെ തണുപ്പാണ്. ഇതൊക്കെ എന്തോ പെയ്ഡ് ഏരിയ ആണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ ചിന്തിച്ചിട്ട് കോൺഫറൻസ് റൂമും പരിപാടികളും എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനെ അടിപൊളി. ഇത് സെറ്റപ്പാട്ടോ. ഇത് കണ്ടില്ലേ, ഇത് ഇവിടുത്തെ ക്ലബ് ഏരിയ ആണ്. ഇവിടെ എന്തെങ്കിലുമൊക്കെ പാട്ടൊക്കെ പാടണമെങ്കിൽ അതിൻ്റെ പാട്ടുകളൊക്കെ പാടാം. പിന്നെ ഇവിടെ ഇത്തരത്തിലുള്ള ഇരിപ്പിടങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നു, നല്ല അടിപൊളി ഇരിപ്പിടങ്ങൾ. പിന്നെ ഇവിടെ ഫുഡ് കോർട്ടും പിന്നെ ബാറും ബാർ കൗണ്ടറുകളും അങ്ങനത്തെ പരിപാടികൾ. റാസ്പുട്ടിൻ്റെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഫുൾ ബാർ കൗണ്ടറുകൾ. നല്ല ശരിക്കും ഒരു നമ്മളൊരു 5 സ്റ്റാർ ഹോട്ടലിനകത്ത് കയറി പോകുന്ന പോലത്തെ ഒരു സെറ്റപ്പാണ് ബേസിക്കലി മൊത്തത്തിൽ. കണ്ട അടിപൊളിയല്ലേ? ഇത് പൊളിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടിരിക്കാം. പിന്നെ ആളും പേരൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. രണ്ടെണ്ണം അടിക്കുന്നവർക്കാണെങ്കിൽ അടിച്ചിങ്ങനെ റിലാക്സ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കാം. ഇവിടെ എന്തെങ്കിലുമൊക്കെ പാട്ട് പാടാനും പെർഫോമൻസ് കളിക്കാനും ഡാൻസ് കളിക്കാനും വേണ്ടിയൊക്കെയുള്ള ഏരിയയാണ് ഈ കാണുന്നത്. ഉണ്ടാവും സെറ്റപ്പ് ഇടുക കേട്ടോ. തിരക്കുണ്ട വൈബായിരിക്കും. സമ്മറാകുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും. പിന്നെ വീക്കെൻഡ്സും നല്ല തിരക്കായിരിക്കും. ഞാൻ എന്തായാലും ലോക്കർ എടുത്തു. കാരണം ഈ ബാഗ് ഇല്ലെങ്കിൽ എനിക്ക് അവിടെ പുറത്തേക്കും പോകാനൊന്നും പറ്റുമൊന്നുമില്ല. സോ ലോക്കർ എടുത്തു. ലോക്കർ നമ്പർ 142. നല്ല വലിയ ലോക്കർ. €6 ആണ് ഈ ലോക്കറിൻ്റെ റേറ്റ്. നമുക്ക് ഫുൾ സിംഗിൾ റേറ്റാണ്. ഇത് അടച്ചു കഴിഞ്ഞിട്ട് എന്നാ ചെയ്യേണ്ടേ? അടച്ചു കഴിഞ്ഞിട്ട് ഇവിടെ പ്രസ് ചെയ്താൽ മതിയോ? ലോക്കായി. യെസ്. ഇനി ഇത് തുറക്കണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എൻ്റെ കോഡ് ഉപയോഗിച്ച് എനിക്കിവിടെ തുറക്കാൻ പറ്റും. ഇതിനകത്ത് കോൺഫറൻസ് റൂമുണ്ട്. പിന്നെ ഇതുപോലെയുള്ള പല പല ലോഞ്ചസ് ഉണ്ട്. ഇത് ബിസിനസ് ലോഞ്ച് എന്നും പറഞ്ഞൊരു ലോഞ്ചാണേ. നമുക്ക് പേയ്മെൻറ്റ് കൊടുത്തിട്ട് നമുക്ക് ഉപയോഗിച്ച് കയറി ഇരിക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ്. അതായത് നമുക്ക് പ്രൈവസി വേണം, അല്ലെങ്കിൽ നമുക്ക് റിലാക്സ്ഡ് ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള പലതരത്തിലുള്ള ലോഞ്ചസ് നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ വിമാനത്തിലൊക്കെ കാണുന്ന പോലെ ക്യാമറയുണ്ട് ഇവിടെ. അടിപൊളി. നമുക്ക് ഇതൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ. നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ക്യാമറ കണ്ടുകൊണ്ടിരുന്നത്. ഇത് നമ്മുടെ കപ്പലിൻ്റെ റൂട്ടാണ് ഇവിടെ കാണുന്നത്. വിൻഡ് സ്പീഡ് ഞാൻ പറഞ്ഞില്ലേ, നമ്മളിവിടെ നിന്ന് ഇപ്പോൾ ഇങ്ങോട്ടാണ് പോകുന്നത്. നമ്മൾ ശരിക്കും ഹെൽസിങ്കി ഇവിടെയാണ്. ഹെൽസിങ്കിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോകാൻ 17 മണിക്കൂറാണ് സ്റ്റോക്ക്ഹോം പോകാനുള്ള കപ്പൽ യാത്ര. നമ്മൾ അത് കുറച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഇപ്പോൾ പോകുന്നത്, 4.5 മണിക്കൂർ. ഇവിടെ നമുക്ക് ഈ ഡേ ക്രൂയിസ്, പിന്നെ പലതരത്തിലുള്ള, എനിക്ക് ഇവർ സീനിയർ ക്രൂയിസ് എന്നും പറഞ്ഞുകൊണ്ട് എന്തോ പരിപാടിയാണെന്ന് തോന്നുന്നു ഇവരെടുത്തിരിക്കുന്നത്. ഫാമിലീസിനുള്ള പാക്കേജുകൾ, അങ്ങനെ പലതരത്തിലുള്ള ക്രൂസ് പാക്കേജുകളൊക്കെ ഇവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു കമ്പനി, പല കമ്പനികളും ഇവിടെ ഉണ്ട്. വലിയ വലിയ സെറ്റപ്പുകളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലത്തെ നിലയിൽ തന്നെ ഉള്ള ഇവിടെ നമുക്ക് ഡോഗ് ഫ്രണ്ട്ലി ഏരിയ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അതായത് പെറ്റ്സായിട്ട് യാത്ര ചെയ്യുന്ന ആളുകൾ, അവർക്ക് കപ്പലിൽ ഒരു സ്പെഷ്യൽ ഏരിയ ഉണ്ടാവും. അവിടെ വേണം വന്നിരിക്കാനായിട്ട് അവർ. അപ്പോൾ അതിന് വേണ്ടിയുള്ള സ്ഥലമാണിത്. പെറ്റ്സിന് എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പെറ്റ്സിന്, കാരണം എല്ലാവർക്കും പറ്റിയെന്ന് വരത്തില്ലല്ലോ. അപ്പോൾ പട്ടികളുണ്ടെങ്കിൽ അവരിതുപോലെ സ്ഥലത്ത് വന്നിരിക്കണം. ഇതിപ്പോൾ ഇവിടെ ആരും ഇല്ലാത്തത്, ഇപ്പോൾ എന്താ പറയുക,
വിൻ്റർ ആയതുകൊണ്ടും ഓഫ് സീസൺ ആയതുകൊണ്ടാണ്. ബാക്കിയുള്ള സമയത്തൊക്കെ അമ്മാതിരി തിരക്കായിരിക്കും. പക്ഷെ എൻ്റെ പൊന്നേ, എന്തോന്നടേ ഇത്, ഇത് ഭയങ്കര കേട്ടോ. ഇവിടെ മേളിൽ മറ്റേ റെസ്റ്റോറൻറ്റും പിന്നെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ബുഫേ ആണെന്ന് തോന്നുന്നു. ഫുഡ് പിക്കപ്പ് ഏരിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ കാണാം. എന്തല്ലേ, ഇവിടെ കുറേ ഡ്രിങ്ക്സ് സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. വൈന്, ബിയർ, പിന്നെ ജ്യൂസ്, സലാഡ്സ്. ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എടുക്കാം, അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കാം. കുറേ സംഭവങ്ങൾ ബൊഫേ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മാഷ് പൊട്ടറ്റോ, പിന്നെ എന്തൊക്കെയോ സാധനങ്ങൾ, എന്തൊക്കെയോ സംഭവങ്ങൾ, കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ എന്താണെന്നൊരു ഐഡിയ ഇല്ല. എന്തായാലും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പേരൊക്കെ. നമുക്കിപ്പോൾ ഫുഡ് വേണ്ട, കുറച്ച് കഴിഞ്ഞ് മതി. അപ്പോൾ ഫുഡ് കഴിക്കേണ്ടവർക്ക് ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കാം. ഇങ്ങനത്തെ കുറേ റെസ്റ്റോറൻറ്റുകളുണ്ട് കേട്ടോ ഇവിടെ. പക്ഷെ എൻ്റെ അമ്മ, ഇത് ഫൈൻ ഡൈനിങ് സ്ഥലം, അടിപൊളി. നോക്കിയേ, ഇത് കണ്ടോ, ഫുൾ ഫൈൻ ഡൈനിങ് സെറ്റപ്പ്, പിന്നെ ബൊഫേ റെസ്റ്റോറൻറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ സംഭവങ്ങളുണ്ട്. അടിപൊളി, നല്ല കിട്ടുന്ന സ്ഥലം കേട്ടോ. ഇത് ഭയങ്കര കത്തിയാണ്. ഇത് നേരത്തെ ബുക്ക് ചെയ്യണം. 40-50 യൂറോ ഒക്കെയാണ് ഇവിടുത്തെ റേറ്റ്. അതായത് ഫുൾ ഫൺ സെറ്റപ്പിൽ ഭക്ഷണം കഴിക്കാനുള്ള സെറ്റപ്പും ഉണ്ട്, സാധാ സെറ്റപ്പിൽ കഴിക്കാനുള്ള സെറ്റപ്പും ഉണ്ട്. ഇതൊക്കെ വാഷ്റൂംസ്, പിന്നെ ഇതൊക്കെ റൂംസാണ്. റൂംസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റൂംസ് എടുത്തിട്ട് റൂമിൽ പോയി കിടക്കുകയോ ഇരിക്കുകയൊക്കെ ചെയ്യാം. അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. കപ്പലിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയാണ്. അതായത് 8 ഡെക്കുകളുണ്ട് കപ്പലിൽ, 8. ഇനി കപ്പലിൽ നിറയും കേട്ടോ. അതായത് നമ്മൾ ആക്ച്വലി നമ്മളിപ്പോൾ താഴെ വണ്ടികൾ കയറുന്നില്ല. വണ്ടികളിലുള്ള ആൾക്കാരൊക്കെ ഇനിയിപ്പം മുകളിലേക്ക് കയറി വരും. അന്നേരം വീണ്ടും നിറയും. ഇനി താഴത്തെ നിലയിലെല്ലാം നമുക്ക് പോയി നോക്കാം. ഞാനിപ്പോൾ 8-7 കറങ്ങി. ഇനി 6ാമത്തെ നിലയിലല്ല. ഇത് മറ്റേ പാർക്കിങ്ങും പിന്നെ അങ്ങനത്തെ സെറ്റപ്പുകളൊക്കെയാണ് ഇനി അങ്ങോട്ട് താഴെ. നമുക്കപ്പം മുകളിൽ പോകാം. പുറത്തിറങ്ങിയിട്ട് ഇനി മേളിൽ പോകാം. നമുക്ക് താഴേന്ന് ഈ പുറത്ത് വന്നിട്ട് ഈ കാണുന്ന സ്റ്റെയർ കേസ് വഴി മാത്രമേ നമുക്ക് മുകളിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ഏറ്റവും മേളിൽ പോയി കഴിഞ്ഞാലാണ് നമുക്ക് ആ ഒരു സെയിലിംഗ് സമയത്ത് നല്ലൊരു വ്യൂ നമുക്ക് കിട്ടുകയുള്ളൂ. പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ കാറ്റും തണുപ്പും വലിയ ട്രക്കൊക്കെ കയറ്റിയിട്ടിരിക്കുന്ന കേട്ടോ. എങ്ങനെയത് ദൈവമേ, വെയിലുണ്ട്, അതുകൊണ്ട് ഒരു ഭംഗിയുണ്ടാകും കാണാനായിട്ട്. ആളൊക്കെ ഉണ്ട് അതിൻ്റെ മേളിൽ. എല്ലാവരും ഇതിൻ്റെ മേളിൽ കയറി നിൽക്കും കേട്ടോ. ഇതിൻ്റെ മേളിൽ കയറാൻ പറ്റില്ല. ഇവിടെ വരെ നമുക്ക് വരാം. ഇതാണ് സൺഡെക്ക് എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ വന്നാലും നമുക്ക് കപ്പലിൻ്റെ പോക്കുകളിലൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. ആ രീതിയിൽ ഇങ്ങനെ കാണാം. ഇതിനിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ട് റിവേഴ്സ് എടുത്തിട്ട് ഇങ്ങനെ കൊണ്ട് തിരിച്ചിട്ടായിരിക്കും നമ്മൾ പോകുന്നതെന്ന് തോന്നുന്നു. നമ്മുടെ കപ്പൽ നീങ്ങി തുടങ്ങി ഗൈസ്. അപ്പം അതൊക്കെ മന്ദം Laivan kapteeni miehistöineen toivottaa teidät tervetulleeksi Vaasalainen Aurora Botnialle. സ്വാഗതം പറയുന്നു. നമ്മൾ ക്യാപ്റ്റൻ വിമാനത്തിൽ കയറി കഴിയുമ്പോൾ സ്വാഗതം പറയും, വെൽക്കം പറയത്തില്ലേ? ശരിക്കും ഒരു എന്താ പറയുക, ഐസ് ബ്രേക്കർ ഷിപ്പ് പോകുന്ന എക്സ്പീരിയൻസ് പോലത്തെ സെയിം സംഭവം അല്ലേ? നമുക്ക് ഈ കപ്പലിൻ്റെ മുമ്പിൽ പോയിട്ട് കാഴ്ച കാണാനുള്ള സംഭവമില്ല. ഇവിടെ ബാക്കിൽ മാത്രമേ പറ്റുള്ളൂ. അതാണൊരു പ്രശ്നം. മുമ്പിൽ ഭയങ്കര കാറ്റായിരിക്കില്ലേ, അതുകൊണ്ടായിരിക്കും. ഫ്രണ്ടിലേക്കുള്ള ഒരു എൻട്രി തന്നെ ഫോർബിഡനാണ്. പല കപ്പലിലും ഫ്രണ്ടിലേക്ക് നമുക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. എൻ്റെ ദൈവം, ഇത് കണ്ടോ? നിൽക്കുകയാണെങ്കിൽ ഇവിടെ അധികം നേരം നിൽക്കാൻ പറ്റുന്നില്ല, കാറ്റടിച്ചിട്ടേ. ഇത് കണ്ടോ? ആ കപ്പലിൽ ഐസ് കട്ട സ്ലാബാണ്, കണ്ടില്ല? ഐസ് നമ്മൾ ഈ ഇൻഡസ്ട്രി ഐസൊക്കെ കണ്ടിട്ടില്ലേ, നമുക്ക് ഈ ഓരോന്നിനകത്ത് കൊണ്ടിടുന്ന അതേപോലത്തെ സെറ്റപ്പ് കണ്ടോ? എൻ്റെ ദൈവമേ, ഇതൊന്നിടേ ഇത് ഈ തണുപ്പത്ത് കാറ്റത്ത് രക്ഷയില്ല. ഇവിടെ നിൽക്കാതെ വിഷല് കിട്ടത്തുമില്ല, അതാണ് എന്തോന്നടേ ഇത്. ആ ഐസൊക്കെ ഇങ്ങനെ മാറുന്ന കണ്ടോ? ഇത് വലിയ ഐസൊന്നും നിൽക്കേ, ഐസ് സ്ലാബുകൾ, ഭയങ്കര വലിയ സ്ലാബുകൾ. ഇതൊരു ഭയങ്കര സംഭവം കേട്ടോ. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണുന്നത്. അടിപൊളി. നമുക്ക് അന്റാർട്ടിക്ക പോകാതെ തന്നെ നമുക്ക് ഇതുപോലത്തെ ഐസ് എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് കിട്ടും. കടലിങ്ങനെ ഐസായി കിടക്കുന്ന അനുഭവങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. തണുത്തിട്ട് നിൽക്കാൻ വയ്യ. കാറ്റടിച്ചിട്ട് രക്ഷയില്ല. ഞാൻ ഗ്ലൗസ് എടുത്തില്ല, ഗ്ലൗസ് എടുക്കണമായിരുന്നു. എന്തോന്നടേ ഇത്? ശരിക്കും ചെറിയ ബോട്ടും വള്ളമൊന്നും ഇതിൻ്റെ മേളിൽ കൂടെ ഓടിക്കാൻ പറ്റില്ല കേട്ടോ. ഇങ്ങനെ വലിയ കപ്പലിലൊക്കെ മാത്രമേ ഓടിക്കാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ കപ്പൽ തിരിച്ച് റിവേഴ്സ് എടുത്തോണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ റിവേഴ്സ് എടുത്തിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഫ്രണ്ടിലോട്ട് സെയിൽ ചെയ്യും. അപ്പോൾ നമുക്ക് കാറ്റ് പറയും. Crew wish you welcome on board Vasaline's Aurora Botnia. We kindly ask for your attention for the safety information on board. Safety information. The ship's crew is trained to take care of your safety. Always follow the instructions given by the crew. Located on deck 7 and deck 8.
do not use the ഇത് elevator. പൊളിച്ചു കേട്ടോ, ഒരു രക്ഷ കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഫിൻലാൻഡിനോട് വിട പറയുകയാണ്. ഫിൻലാൻഡിൽ നിന്ന് നമ്മൾ സ്വീഡനിലേക്ക് ഈ കാണുന്ന മഞ്ഞ് മലകൾ മഞ്ഞ് മലകൾ ഇടിച്ച് തെറിപ്പിച്ച് നമ്മുടെ കപ്പൽ പോവുകയാണ്. ഇവിടെയാണ് നമ്മുടെ കപ്പൽ കയറ്റി ഇവിടെ അല്ല ഇപ്പുറത്ത്, അവിടെയാണ് നമ്മുടെ കപ്പൽ കയറ്റി പാർക്ക് ചെയ്തിരുന്നത്. അത് ഒരു കപ്പലിടുന്ന സ്ഥലം, ഇത് വേറെ കപ്പൽ വരുമ്പോൾ ഇടാനുള്ള സ്ഥലം. അങ്ങനെ പല പല കപ്പലുകൾ ഇങ്ങനെ കയറ്റി ഇടാനുള്ള സ്ഥലങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ ഫിൻലൻഡിലെ വാസ പോർട്ടിൽ നിന്നും KL2K യാത്രയുടെ ഭാഗമായി സുജിത് ഭക്തൻ ഫിൻലൻഡിനോട് ടാറ്റ പറയുന്നു ഗൈസ്. ഇതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആട്ടോ ശരിക്കും. എക്സ്ട്രീം വിൻ്ററിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്. ഇപ്പോൾ ഒരു മാസം മുമ്പ് ഞാൻ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു, പക്ഷേ എന്നിരുന്നാലും എക്സ്ട്രീം വിൻ്ററിൽ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഇതുപോലൊരു ഒരു സംഭവം കാണുന്നത്. നല്ല രീതിയിലുള്ളൊരു പ്രോപ്പർ ഒരു മാസം ഒരു 2 ആഴ്ചയെങ്കിലും ഞാൻ നേരത്തെ വന്നിരുന്നെങ്കിൽ എനിക്ക് ഈസി ആയിരുന്നു. അതുകൊണ്ട് അവിടെ മഞ്ഞുമലകൾ ഐസ് കട്ടകളൊക്കെ വീണ്ടും അവിടെ പോയി കൂടിച്ചേരുന്നത് കണ്ടോ. കാരണം നമ്മൾ കപ്പൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്കിനും അത് കമ്പൈൻഡ് ആവുന്നത് കണ്ടോ ആ ഒരു പ്രതിഭാസങ്ങളൊക്കെ കണ്ടോ. എന്തൊക്കെ പരിപാടികളല്ലേ. ഇപ്പോൾ വേണ്ട കപ്പൽ കടന്നിരുന്ന സ്ഥലത്ത് വീണ്ടും കംപ്ലീറ്റ് ഇത്തരത്തിൽ സെറ്റായി കണ്ടില്ലേ. ഇത് വേറെ ലെവൽ. ഇവിടെ എന്തോ വലിയ ഇൻഡസ്ട്രിയൊക്കെ ഉണ്ട്. അവിടെ എന്താ പരിപാടി എന്ന് എനിക്കറിയില്ല. എനിക്ക് തടിയൊക്കെ കിടപ്പുണ്ട് അവിടെ. മേ ബി ആ തടി എന്താ പരിപാടി എന്ന് എനിക്കറിയില്ല. എന്തായാലും സംഭവങ്ങളൊക്കെ പൊളിയാണ്. ഇത്രയും മഞ്ഞിങ്ങനെ ഉരുകി കിടക്കുന്ന സ്ഥലം നിങ്ങൾ അപ്പുറത്ത് കണ്ടോ, അവിടെ കാണുന്ന കണ്ടോ. അവിടെ വെള്ളമല്ല, അവിടെ ആക്ച്വലി ഐസ് പൊട്ടിക്കാതെ കിടക്കുകയാണ്. അവിടെ ഐസായി കിടക്കുകയാണ് അവിടെ, കണ്ടില്ലേ ആ കാണുന്ന സ്ഥലം കണ്ടോ. ഈ കപ്പൽ വരുന്ന റൂട്ട് കംപ്ലീറ്റ് മഞ്ഞ് പാളികളിങ്ങനെ പൊട്ടിച്ചാണ് ഈ വഴി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് കണ്ടില്ലേ. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കണ്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം മാത്രം, അതായത് ഈ ഇങ്ങനെ കിടക്കുന്ന സ്ഥലം ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം ലിറ്ററലി അത് ഐസാണ് കണ്ടോ. അത് വെള്ളമല്ല അവിടെ, അതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഐസാണ്. നിങ്ങൾക്ക് എത്രത്തോളം അത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ അത് ഐസാണ്. ആ ഒരു സൈഡ് പാളികളൊക്കെ നോക്കി കണ്ടോ, അവിടെയൊക്കെ ഇളകുന്നത് കണ്ടോ. സംഭവം കണ്ടോ, അതാണ് സംഭവം. ഇപ്പോൾ ഈ കപ്പൽ കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ വഴി മാറ്റി ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ പാളികളൊക്കെ അവിടെ ഇളകി പോകുന്ന കാണാൻ സാധിക്കും. അത് കണ്ടോ, അതൊക്കെ കണ്ടോ അതിപ്പോൾ ഇളകിയതാണ്. കപ്പൽ ഇച്ചിരി ലെഫ്റ്റിലോട്ട് മാറിയപ്പോഴത്തേക്കിനും ഇളകി വരുന്ന സാധനങ്ങളാണ് കണ്ടോ. ഇതൊരു ഭയങ്കര സംഭവം കേട്ടോ. ശരിക്കും എന്തൊക്കെ പ്രതിഭാസങ്ങളല്ലേ ലോകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെ സംഭവങ്ങളാണ് ഇത് ഈ ഭാഗത്തൊക്കെ കണ്ടോ. ഇതിപ്പോൾ ഈ കപ്പൽ പോയപ്പോഴത്തേക്കിനും ആ ഭാഗത്ത് കണ്ടോ ഇതിങ്ങനെ ഇളകി പോകുന്ന കണ്ടോ ആ ഭാഗത്തൊക്കെ. ഭയങ്കര കാറ്റ് ഇതുണ്ടോ അവിടെയൊക്കെ നോക്ക്. എനിക്കാണെങ്കിൽ കാറ്റത്ത് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല, അതുപോലെ കാറ്റാണ്. പക്ഷെ ഇത് ഭയങ്കര എക്സ്പീരിയൻസ് ആട്ടോ ഇത്. കാറ്റ് ഇത് പൊളിച്ച് ദൈവമേ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഗൈസ്? എൻ്റെ മൂക്കിലും കണ്ണിന്ന് പറയുന്നില്ല, വെള്ളം വരും തണുത്തിട്ട്. ശരിക്കുണ്ടല്ലോ ഇത് ഭയങ്കര സംഭവം കേട്ടോ. നമുക്ക് അതായത് മഞ്ഞ് വീണ് കിടക്കുന്നതല്ല ഉദ്ദേശിക്കുന്നത്. ഇത് വെള്ളം തണുത്തിട്ട് വെള്ളം ഐസാകുന്നതാണ്. അതാണ് സംഭവം. അല്ലാതെ മഞ്ഞ് വീണ് ആ ഒരു മഞ്ഞുമല പോലത്തെ പ്രതിഭാസമൊന്നുമല്ല. ഇങ്ങനെ വെള്ളം വീണ് ഇത് ഇങ്ങനെ ലെയറായിട്ട് താഴേക്ക് മുകളിൽ നിന്നാണല്ലോ ഇത് ഐസായി പോകുന്നത്. ഇങ്ങനെ ലെയറായിട്ട് താഴേക്കായിരിക്കും ഇതിങ്ങനെ കട്ടി പിടിച്ച് പോകുന്നത് കണ്ടോ. ഇങ്ങനെ നമ്മുടെ കപ്പൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇനി ഞാൻ പുറത്തു നിന്നാൽ എനിക്ക് വല്ല അസുഖം പിടിക്കും, ഞാൻ അകത്തോട്ട് പോവാം. അയ്യോ. അപ്പോൾ എന്തായാലും വിട പറയുകയാണ് നമ്മൾ ഫിൻലൻഡിനോട് വിട പറയുന്നു. നമ്മൾ സ്വീഡനിലേക്ക് പോകുന്നു നമ്മുടെ ഐസ് ബ്രേക്കർ ഷിപ്പിൽ. ശരിക്കും ഐസ് ബ്രേക്കറാട്ടോ. എൻ്റെ പൊന്നേ. ഏത് ഫ്ലോറെന്നൊന്നും മനസ്സിലാകുന്നില്ല. 8ആണോ 9ആണോ എവിടെയത്? ഞാൻ എൻ്റെ ബാഗ് ഇവിടെ വെച്ചായിരുന്നു, അത് എവിടെയാണെന്ന് ഓർമ്മയില്ല. ഇതൊക്കെ റൂംസ് ആണല്ലോ മൊത്തം. ഇത് കംപ്ലീറ്റ് റൂമാണ്. ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്, എങ്ങനെയാണ് ഞാൻ വന്നേ? താഴെ പോവാം. ഇത് ഇവിടെയൊക്കെ കണ്ടാ ശരിക്കും ഇത് കുറേ ദൂരം ഇതിങ്ങനെ തന്നെ കേട്ടോ. അതായത് എനിക്ക് തോന്നുന്നു ഈ കടൽ ഇവിടെയൊക്കെ മൊത്തം ഫ്രീസ് ആവുമോ, എനിക്കറിയത്തില്ല എങ്ങനെയാണ് സംഭവം എന്നുള്ളത്. ഇത് മൊത്തം ഇങ്ങനെ ഐസായി കിടക്കുന്ന കണ്ടില്ലേ. എന്തല്ലേ വലിയ കഷ്ണങ്ങളൊക്കെ പൊളിഞ്ഞ് അവിടെ ആകുമ്പോഴത്തേക്കിനും പൊളിയാതെ. ഇവിടെ വന്നപ്പോഴൊരു കാര്യം മനസ്സിലായത്, ഇവരുടെ ഒരു മറ്റടുത്ത പരിപാടിയായിരുന്നു. അതായത് എനിക്ക് എൻ്റെ ബാഗിലെ എല്ലാ സാധനങ്ങളും ഞാൻ വെച്ചിട്ടാണ് ബാഗ് അവിടെ വെച്ചത്. ഇത് ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും കാശ് കൊടുക്കണം. അതൊരുമാതിരി മറ്റടുത്ത പരിപാടി ആയിരിക്കും കേട്ടോ. 6 യൂറോ വാങ്ങിച്ചിട്ട് ഒരു തവണ ലോക്കർ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ വീണ്ടും കാശ് കൊടുക്കണം എന്ന് പറയുന്നത് ഒരുമാതിരി മറ്റടുത്ത പരിപാടിയാണ്. വുഡ് യു ലൈക്ക് ടു എൻഡ്
അല്ലാണ്ട് വേറെ വഴിയില്ല. ഉണ്ടോ സോറി സ്നോ ഹോപ്പ്. എനിക്ക് എൻ്റെ ബാഗ് എടുത്തല്ലേ പറ്റുള്ളൂ. എനിക്ക് 4 മണിക്കൂർ സമയമുണ്ട്. എനിക്കാണെങ്കിൽ കുറേ പണി ചെയ്ത് തീർക്കാനുമുണ്ട്. വാസാല തന്നെ അതൊരു മാതിരി മറ്റിടത്തെ പേടിയായി ഇപ്പോൾ കേട്ടോ. 6 യൂറോയും തന്നിട്ട് മറ്റേ കപ്പലിലാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഇതുണ്ടായിരുന്നു. പോട്ടെ, സാരമില്ല. 6 യൂറോ അല്ലേ അമ്മ കൊണ്ട് തിന്നട്ടെ. നമുക്കിവിടെ വരുമ്പോഴേ നമുക്ക് അവിടെ നല്ല വ്യൂ ഉണ്ട് ഫ്രണ്ടിലേക്ക്, കപ്പൽ പോകുന്ന ഭാഗത്തേക്ക്. ഞാനത് കാണിച്ചു തരാം നിങ്ങളെ. എൻ്റെ ദൈവമേ, ഇത് പൊളിച്ചിട്ടോ. ഇതെന്താ ഇത്? എത്ര നേരെ എന്താ പറയുക കപ്പൽ വിട്ടിട്ട്. ഇപ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ. കണ്ടോ, ഇത് കറക്റ്റ് അവിടെ കുറ്റി അടിച്ച് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഫ്രണ്ടിൽ. ആ കുറ്റി അടിച്ച് വെച്ചിട്ടുണ്ട്. അതിന് ഇടയ്ക്കൂടെ പോകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ സംഭവിക്കുന്നത് അറിയില്ല. ഇതിപ്പോൾ ശരിക്കും നമ്മൾ മാപ്പിൽ കണ്ടില്ലേ, കുറേ കുഞ്ഞി ഇതുപോലുള്ള ചെറിയ ചെറിയ ആയിരക്കണക്കിന് ഐലൻഡുകളുണ്ട് ഈ ഭാഗത്ത്, ചെറുതും വലുതുമായിട്ടുള്ളത്. അപ്പോൾ ആ ഐലൻഡാണ് നമുക്ക് ഇവിടെ കാണുന്നത്, കുഞ്ഞു ഐലൻഡുകൾ. അവിടെയൊക്കെ ഫുള്ള് സ്നോ. നോക്ക്, സ്നോ അല്ല സോറി ഐസ് കണ്ടില്ലേ. എന്ത് സെറ്റപ്പല്ലേ. ഞാൻ ഈ മഞ്ഞുപാളികളൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോകുന്ന കണ്ട് ഇങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്. അതിനിടയ്ക്കൂടെ ഇങ്ങനെ മന്ദം കപ്പൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ സ്പീഡൊന്നുമില്ല. നമുക്ക് ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇവിടം വിട്ടിട്ട് ശരിക്കും ഓപ്പൺ സീ ഭാഗത്തേക്ക് എത്തിയാൽ മാത്രമേ ഈ ഒരു ഐസ് പാളികൾ ഇങ്ങനെ ഇല്ലാത്തത് കാണാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയധികം ദൂരം ഐസ് പാളികൾ ഉണ്ടാവുമെന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പ്രതീക്ഷിച്ചല്ല കേട്ടോ. ഇത് കണ്ട, നമ്മളിപ്പോൾ കുറച്ചിങ്ങോട്ട് മാറി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇവിടെ ഇപ്പോൾ വെള്ളമായി എന്നുണ്ടെങ്കിലും വലിയ സ്ലാബ് കഷ്ണം പോലെ ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ട്. സ്ലാബ് കഷ്ണം പോലെ മുട്ടിത്തിരിഞ്ഞ് കിടപ്പുണ്ട്. പിന്നെ ആ ഭാഗത്ത് അങ്ങോട്ട് തീരത്തോട് അടുക്കുന്നു, അതായത് കരയോട് അടുക്കുമ്പോഴാണ് ശരിക്കും ഇത് കൂടുതലായിട്ട് ഇങ്ങനെ ഐസായിട്ട് കിടക്കുന്നത്. കണ്ട, അങ്ങനെയാണ് ഇവിടുത്തെ സെറ്റപ്പ്. പക്ഷെ എൻ്റെ അമ്മ ഇത് എന്തോന്നട്ടെ, ഇതിനൊരു അന്തവും കൊന്തമൊന്നുമില്ലേ. ഇത് ഇങ്ങനെ എങ്ങോട്ടാണ് പോകുന്നതെന്നൊരു ഐഡിയയും കിട്ടുന്നില്ല കേട്ടോ. നോക്കിയേ, അടിപൊളി സെറ്റപ്പാട്ടോ. ഇവിടെ ആൾക്കാരൊക്കെ കുറവാണ്. ഞാനൊരു 2 ഡ്രിങ്കൊക്കെ വാങ്ങിച്ച് ഞാൻ ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുക. അവിടെ 4-5 മണിക്കൂർ എന്നാ ചെയ്യാനാ, ഒന്നും ചെയ്യാനില്ല. തേടേ വീണ്ടും വന്നടേ, നോക്കടേ, ഇതെന്തോന്ന് ഇത് നടുക്കോട്ട് പോകുന്നതോറും വീണ്ടും വയസ്സാണല്ലോ. നോക്ക്, എൻ്റെ ദൈവമേ, എന്തോ അല്ലേ. ശരിക്കും മറ്റേ ഇന്നലെ നമ്മൾ പ്രിൻസ് ഇതിൻ്റെ മേളികളൊക്കെ വണ്ടി ഓടിച്ച് കടലിൽ വണ്ടി ഇറക്കി ഓടിച്ചെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും ഇത് ഭയങ്കര സംഭവം കേട്ടോ. വലിയ സ്പീഡിലൊന്നും അല്ല പോകുന്നത്, വലിയൊരു മീഡിയം സ്പീഡിലാണ് കപ്പൽ പോകുന്നത്. ഇന്ന് എന്തോ വിൻഡ് ഉണ്ടെന്നൊക്കെ ആളെ പറയുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് സ്പീഡ് കുറച്ചാണ് പോകുന്നത്. എവിടെ സൗണ്ടൊക്കെ കേൾക്കുന്നത് ഇത് കണ്ടാ. ഇതിപ്പോൾ അത്ര ഇതായി നോക്കി. എൻ്റെ ദൈവമേ, ഇത് നോക്ക്. നമ്മൾ ശരിക്കും ചരലില്ലേ, ചരലിനകത്തൂടെ വണ്ടി ഓഫ് റോഡ് ചെയ്യുന്ന പോലെയാണ്. നോക്ക്, ഇത്ര കട്ടിക്ക് കിടക്കുന്നത് നോക്ക്. എൻ്റെ ദൈവമേ, ഇത് ഭയങ്കര സംഭവം കേട്ടോ. സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടോ? ഈ സൗണ്ടൊക്കെ ഇതിൻ്റെ ഈ കപ്പലിൻ്റെ ഈ സാധനം ഇതിൽ കൊള്ളുമ്പം കേൾക്കുന്നതാണ്. ഇത് ദൈവമേ, ഇത് എത്ര അടുത്താ പോകുന്നു നോക്ക്. ഇത് ഭയങ്കര കേട്ടോ. ഇതിപ്പോൾ രക്ഷയില്ല കേട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇത് ദൈവമേ, ഇതിപ്പോൾ 1 മാസം മുന്നേ എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്ന് ഞാൻ ആലോചിക്കുന്നത്. സൗണ്ട് കേട്ടോ നിങ്ങൾ, ആ കപ്പൽ അതിൽ കൊണ്ടുപോകുന്ന സൗണ്ടാണ്. പേടിയാവുന്ന കേട്ടാ. ഇതൊക്കെ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് അല്ലേ. ഞാനൊന്ന് ഫ്രണ്ടിലേക്ക് വന്നൊന്ന് കാണാൻ വേണ്ടി. ഇത് കണ്ടാ, ഇത് ശരിക്കും നമ്മൾ റോഡൊക്കെ ടാർ ചെയ്തിട്ടിരിക്കുന്ന പോലെയാണ്. അപ്പുറത്ത് ഐസായിട്ട് കിടക്കുന്നത്, നടുക്ക് ഇങ്ങനെ കപ്പൽ പോകുന്ന റൂട്ടിൽ മാത്രം കുറച്ച് ഭാഗത്ത് കണ്ടോ ഇങ്ങനെ ആ ഒരു സംഭവം, അതായത് ഐസ് ബ്രേക്ക് ചെയ്തിട്ടിരിക്കുന്നത്. ശരിക്കും ആദ്യമായിട്ടോ ഞാൻ ഇങ്ങനെ ഒരു ഐസ് ബ്രേക്കിംഗ് ഷിപ്പിൽ യാത്ര ചെയ്യുന്നത്. ഇതിപ്പോൾ കപ്പൽ വിട്ടിട്ടൊരു 1/2 മണിക്കൂറിന് മേലെയായി. ഇതുവരെ ആ ഒരു സംഭവം കഴിഞ്ഞിട്ടില്ല. എന്താല്ലേ, എന്ത് സംഭവമല്ലേ ഇത്. എൻ്റെ ദൈവമേ, എനിക്ക് വയ്യ. ഇതൊക്കെ എന്തോന്നടി ഇതൊക്കെ. ഞാൻ ഇതൊക്കെ കണ്ടിങ്ങനെ ഞെട്ടി കോരിത്തിരിച്ച് ഞാൻ ശ്വേതനെ വിളിച്ച് വീഡിയോ കോള് കാണിച്ച് എന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് അമേസിങ് എക്സ്പീരിയൻസ്. നമ്മൾ പലതവണ വിൻ്ററിൽ UK-യിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇത്രയും എക്സ്ട്രീം സംഭവങ്ങൾ കണ്ടിട്ടില്ല കേട്ടോ.
ഇപ്പോഴും പറയുകയാണ്, നിങ്ങളിതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ, ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അന്റാർട്ടിക്ക വരെ ലക്ഷങ്ങൾ മുടക്കി പോകേണ്ട. ഐസ് മലയും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഈ ഗ്രീൻലാൻഡ്, ഐസ്ലാൻഡ്, പിന്നെ സ്വീഡൻ, നോർവേ ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ കിട്ടും. പിന്നെ അന്റാർട്ടിക്ക വേറെ എക്സ്പീരിയൻസ് ആണ്, പക്ഷേ ഇത് വേറെ എക്സ്പീരിയൻസ് ആണ്. ഇത് എന്താ പറയുക, ഇത് എന്തല്ലേ, സിമ്പിളല്ലേ. അങ്ങനെ എനിക്ക് തോന്നുന്നു ഓപ്പൺ സീ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഭാഗത്ത് നമുക്ക് ഉപ്പിൻ്റെ അംശം വളരെ കുറവാണ് ഇവിടെ ഈ ഭാഗത്തുള്ള കടലിന്. കാരണം ഇതൊരു കടലിടുക്കാണ്. അപ്പോൾ ഈ ഒരു കടലിടുക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് ഉപ്പിൻ്റെ അംശം കുറവുള്ളത് കൊണ്ടും ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് വെള്ളം ഐസാകും എന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പം വലിയ വലിയ സ്ലാബുകളൊക്കെ നമ്മൾ അവസാനിക്കാൻ പോവുകയാണ്. നമ്മളിപ്പോൾ ഓപ്പൺ സീയിലേക്ക് കയറാൻ പോകുന്നു. ഇനിയിപ്പോൾ മിക്കവാറും നമുക്ക് അവിടെ എത്തുമ്പോഴേ നമുക്ക് ഇതുപോലെയുള്ള ഫിൻലാൻഡ് എത്തുമ്പോഴേ നമുക്ക് ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ. സ്വീഡൻ എത്തുമ്പോഴേ നമുക്ക് ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. എന്തായാലും നോക്കി ആ ഒരു രണ്ട് രീതിയിൽ തിങ്സ് ആർ എൻറ്റയർലി ചേഞ്ചിങ്. നോക്കിയേ, അതൊരു വലിയൊരു മാറ്റം. നമുക്ക് അത് പൊളിച്ചു കേട്ടോ. ഇതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്ത് ദൈവമേ, നോക്ക് എനിക്ക് ഇവിടെ കണ്ടില്ല, ഇവിടെ ചെറിയ രീതിയിലുള്ള വേവ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഓപ്പൺ സീയിലേക്ക് വന്ന് കയറി. ഞാൻ ആ ബഫേ കഴിക്കുന്ന സ്ഥലത്തെത്തി. ഞാൻ അവിടെ ആൾക്കാരൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ആൾക്കാരേ ഉള്ളൂ, പക്ഷെ എന്നാലും നോക്കിയാൽ എന്ത് സെറ്റപ്പല്ലേ, എന്ത് കിട്ടില്ല ആംബിയൻസ് എന്ന് നോക്കി. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഫുഡ് എടുക്കാനായിട്ട് നോക്കിയപ്പോൾ 30 യൂറോ ഒരു അവിടെ ബഫേ ആണല്ലോ. അപ്പോൾ ഞാൻ ബഫേ എടുത്തില്ല. ഞാൻ ഒരു സാൽമൺ സലാഡ് എടുത്തു, പിന്നെ ഒരു സ്വീറ്റ്, എനിക്ക് മധുരം കഴിക്കാൻ തോന്നി, സോ ഒരു മധുരം എടുത്തു, 1 കുപ്പി വെള്ളം. ഇതെല്ലാം കൂടെ 17 യൂറോ ആണ് ഗൈസ്. പിന്നെ എൻ്റെ കയ്യിൽ തബാസ്കോ സോസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഈ സലാഡിനകത്തിട്ട് നമുക്ക് കഴിക്കാം. എന്തായാലും കപ്പലിൽ പോകുമ്പോഴത്തേക്കിന് നമ്മളെപ്പോഴും കുറച്ച് ഫുഡ് നമ്മൾ കയ്യിൽ കരുതണം, ഇല്ലെങ്കിൽ കൊല വിളിക്കും, നമ്മൾ റേറ്റ് ആയിരിക്കും. ഞാൻ ആക്ച്വലി ഫുഡ് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തൽക്കാലം ഇപ്പം സാൽമൺ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നല്ല ആംബിയൻസ് അല്ലേ, എന്ത് കേട്ടില്ല ആംബിയൻസ്. തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അടിപൊളിയാണ്. തിരക്കുണ്ടെങ്കിൽ ആകെ ഇതാവും, പക്ഷെ തിരക്കില്ലാത്തതുകൊണ്ട് നല്ല ക്യൂട്ട് ലുക്കിംഗ് ഷിപ്പ്, അടിപൊളി സെറ്റപ്പ്. യൂറോപ്പിൽ വന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ കപ്പലെടുത്ത് വേണം, അടിപൊളിയായിരിക്കും, നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. അങ്ങനെ സൂര്യൻ അസ്തമിക്കാറായി. നമ്മൾ സ്വീഡൻ എത്താറായി ഏകദേശം. അപ്പുറത്ത് മഞ്ഞുമലകളൊക്കെ കണ്ടു തുടങ്ങി. ആ ഭാഗത്ത് അവിടെ ആ കാണുന്നതൊക്കെ മഞ്ഞുമലകളല്ല, മറ്റേ മഞ്ഞിൻ്റെ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഫിൻലാൻഡും സ്വീഡനും തമ്മിൽ 1 മണിക്കൂറിൻ്റെ ടൈം ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അങ്ങ് ദൂരെ നമുക്ക് സ്വീഡനിലെ ആ ഒരു സ്ഥലം കാണാം ഗൈസ്. ഇവിടെ ഐസൊന്നും ഇല്ല കേട്ടോ. ഇപ്പുറത്ത് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ചെറിയ കഷ്ടങ്ങളൊക്കെ ഉള്ളൂ, കാര്യമായിട്ടൊന്നും ഇല്ലല്ലോ. നമ്മളെത്തി കേട്ടോ. ഈ കാണുന്ന സ്ഥലത്തേക്കാണ് നമ്മുടെ കപ്പലിപ്പം അടുപ്പിക്കേണ്ടത്. അതിപ്പോൾ തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇവർ സമ്മതിക്കണം, ഇത്രയും വലിയ കപ്പൽ ഇവിടെ കൊണ്ടുവന്നിട്ട് കറക്റ്റ് തിരിച്ച് അവിടെ കൊണ്ട് അടുപ്പിക്കുക എന്ന് പറയുമ്പോഴേ അതൊരു ടാലൻറ്റ് തന്നെയാണ്. അയ്യോ, ഞാൻ നമ്മുടെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ കയറാൻ മറന്നത് കേട്ടോ. അത് അടച്ചു വളർത്തിയപ്പോഴത്തേക്കിനും നമ്മൾ ഇറങ്ങാറായി. അങ്ങനെ നമ്മൾ സ്വീഡനിലെത്തി ഗായ്സ്. സ്വീഡൻ, എൻ്റെ ദൈവം, എത്ര പെട്ടെന്നല്ലേ സ്വീഡൻ എത്തിയത്. ഓട്ടോ അല്ലേ, പിന്നെ എങ്ങനെ എത്ര പെട്ടെന്ന് എത്തായിരിക്കും. അവിടെ മൊത്തം ഐസായിരുന്നു. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ആണെങ്കിൽ കടലൊക്കെ ക്ലിയറാണ്. ഇവിടെ കരയിൽ കുറച്ച് ഐസുണ്ട്, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇനി ഈ പോർട്ടെന്ന് പറയുന്നത് ഈ ഉമിയ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഉമിയ എന്ന് പറഞ്ഞ പോർട്ടാണ്. അപ്പോൾ ഈ ഉമിയ എന്ന് പറഞ്ഞ സിറ്റിയിലേക്ക് പോകാനായിട്ട് ഇവിടെ നിന്നൊരു 30 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഞാൻ ആക്ച്വലി ഇവരുടെ വെബ്സൈറ്റിൽ കൂടെ തന്നെ നിയർ ബൈ കണ്ടുപിടിച്ചിട്ട് ഈ ഫെറി വന്നിട്ട് 15 മിനിറ്റിന് ശേഷം ഇവിടെ നിന്നൊരു ബസ് പോകും. ആ ബസ്സിന് 10 യൂറോ കൊടുത്തിട്ട് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. 20 കിലോമീറ്റർ പോകാനാണ് 10 യൂറോ. എല്ലാം 5 യൂറോ 10 യൂറോ എന്നൊക്കെ പറഞ്ഞിട്ട് കൊല്ലണ കാശാ. കഴിഞ്ഞ മാസത്തെ എൻ്റെ ക്രെഡിറ്റ് കാർഡ് ബില്ല് കണ്ട് ഞാൻ ഞെട്ടിയിരിക്കുകയാണ്. അമ്മാതിരി എക്സ്പെൻസാണ് ഗൈസ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഡെയിലി നമുക്ക് റൂമിൻ്റെ റേറ്റ്, ഫുഡിൻ്റെ റേറ്റ്, അതിന് എന്തിനൊന്ന് മൂത്രം ഒഴിക്കണമെങ്കിൽ പോലും 1 യൂറോ കൊടുക്കണം, 100 രൂപ. അപ്പം നമുക്ക് ആസ് എ ടൂറിസ്റ്റ് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കിനും നല്ല പൈസയാണ് കയ്യിൽ നിന്ന് പോകുന്നത്. ഇവിടെ ജീവിക്കുന്നവർക്കൊക്കെ നല്ലതാണ്, കുഴപ്പമില്ല. കാരണം അവർക്ക് അത്യാവശ്യം വരുമാനം ഉണ്ടല്ലോ, അതനുസരിച്ചല്ലേ വരുമാനമുള്ളത്. നമുക്ക് അത്യാവശ്യം വരുമാനം ഉണ്ടെങ്കിലും നമ്മൾ ആസ് എ ടൂറിസ്റ്റ് നമ്മളിവിടെ വന്നു കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ കയ്യിൽ കാശ് ഇറങ്ങിപ്പോകുന്ന വഴി അറിയൂല ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മൾ വന്ന കപ്പൽ. കപ്പലിൽ നിന്ന് കണ്ടെയ്നർ ലോറികളൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടോ. ഞാനിവിടെ വായി നോക്കി നിന്നാൽ എൻ്റെ ബസ് പോകും. 10 യൂറോ വെള്ളത്തിൽ പോകും. പിന്നെ എനിക്ക് സിറ്റി പോകാൻ വേറെ വണ്ടിയൊന്നും ഉണ്ടാവില്ല. ഇവർ കപ്പലിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് മറ്റേ ലോറികളൊക്കെ അകത്തേക്ക് കയറ്റിയത്. തിരിച്ചിറങ്ങി പോകുന്നത് പുറകിൽ കൂടെ. അതായത് റോറോ സെറ്റപ്പാണ്, കണ്ടില്ലേ. ഫ്രണ്ടിൽ കൂടെ കയറ്റി ബാക്കിൽ കൂടെ ഇറങ്ങിപ്പോകും. ഇനി പോകുമ്പോൾ എന്താ, ബാക്കിൽ കൂടെ കയറ്റിയിട്ട് ഫ്രണ്ടിൽ കൂടെ ഇറങ്ങിപ്പോകും. കപ്പലിൻ്റെ ബാക്കിൽ കൂടെ വണ്ടികളകത്തോട്ട് കയറ്റി ഫ്രണ്ടിൽ കൂടെ ഇറങ്ങിപ്പോകും. അതായത് റോറോ കൺസെപ്റ്റാണത്. അപ്പോൾ വാസലൈൻ ഗുഡ് ബൈ.
ഒരു രാജ്യത്തുനിന്ന് വേറൊരു രാജ്യത്തേക്ക് ചുമ്മാ കയറി ഇറങ്ങി അങ്ങ് പോവാണ്. ഒരു കുന്തോ ഒരു സംഭവങ്ങളോ ഒന്നുമില്ല, കണ്ടില്ലേ? അതാണ് സംഭവം. ഇവിടെയൊക്കെ പേരിന് മാത്രമാണെങ്കിൽ ഒരു കസ്റ്റംസിൻ്റെ ഓഫീസുണ്ട്, പക്ഷേ ലൈക്ക് അവിടെ ഒന്നും ഡിറ്റക്ഷൻ ഡോഗ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. പക്ഷേ അതങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ല, അങ്ങനെ ഒന്നും കാണാനില്ല. മനസ്സിലായില്ലേ? വേറൊരു പരിപാടിയോ ഇമിഗ്രേഷനോ പരിപാടിയോ, ഷെങ്കൻ ഏരിയ ആണല്ലോ. സോ ദർ ഇസ് നത്തിങ്. അപ്പോൾ നമുക്കിവിടെ ബസ്സുണ്ട്. ഈ കാണുന്ന ബസ്സിൽ കയറി വേണം നമുക്ക് പോകാനായിട്ട്. യുമിയ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ നമ്മൾ ഇതിന് നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തില്ലെങ്കിൽ ചിലപ്പം നിറച്ച് ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് കയറിപ്പോകാൻ പറ്റിയെന്ന് വരില്ല. സോ ഇത് തന്നെയാണോ പരിപാടി നോക്കട്ടെ, ചോദിക്കട്ടെ. ഇത് തന്നെയാണോ ബസ് നോക്കട്ടെ. വോൾവോടെ വണ്ടിയോ? വോൾവോ. ഹായ്. ഓക്കെ, താങ്ക് യു. ഇത് തന്നെ വണ്ടി. നമ്മൾ പിന്നെ വോൾവോൻ്റെ സ്കാനിയുടെ നാട്ടിലല്ലേ വന്നിരിക്കുന്നത്, അപ്പോൾ പിന്നെ ഇവിടുത്തെ വണ്ടിയെല്ലാം വോൾവോ അല്ലാണ്ടിരിക്കുമോ? ഇത് ശരിക്കും നമ്മുടെ നാട്ടിലെ ലോ ഫ്ലോർ ബസ് പോലത്തെ ലോ ഫ്ലോർ ബസ്സാണ്, പക്ഷേ ഇതിന് ബാക്കിലേക്ക് ഭയങ്കര നീളമാണ്. അതാണ് സംഭവം. ഈ ലോ ഫ്ലോർ വണ്ടി വോൾവോയും സ്കാനിയൊക്കെ നമ്മുടെ KSRTC ഉപയോഗിച്ച പോലെ വൃത്തികേടാക്കിയിട്ട് വേറൊരു വണ്ടി വേറെ ആൾക്കാർ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. അറ്റ്ലീസ്റ്റ് കർണാടക RTC പോലെ ഒരു കുറച്ചുകൂടെ മെയിൻറ്റെയിൻഡാണ്. അയ്യോ, വോൾവോ തന്നെ കഷ്ടം തോന്നും, കമ്പനിക്ക് തന്നെ കഷ്ടം തോന്നി. ഈ വണ്ടികളൊക്കെ നമ്മൾ ഈ ലോ ഫ്ലോറൊക്കെ നശിപ്പിച്ചത്, കാട് പിടിച്ച് ഓരോ സ്ഥലത്ത് കിടന്ന് എന്ത് കഷ്ടമായിരുന്നു. എത്ര വർഷമായി ആ ബസ് വണ്ടികളൊക്കെ ഇറങ്ങിയിട്ട്. ഓർക്കുമ്പോൾ തന്നെ കഷ്ടം തോന്നുന്നു. എത്ര കോടി രൂപയുടെ വണ്ടികളാണ് അതൊക്കെ അല്ലേ. ബസ് കിട്ടും. ഇവിടെ എല്ലാം ഈ പറഞ്ഞ പോലെ വിജനമായ സ്ഥലങ്ങളാണ്, ഭയങ്കര കാറ്റുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ മരങ്ങളും കാര്യങ്ങളൊന്നും ഒന്നും കാണാനില്ല. മൊത്തം റോഡിലൊക്കെ ഇങ്ങനെ സ്നോ വീണ് കോരി വാരിയിട്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇവിടെ ഉണ്ട് കേട്ടോ, സ്നോ ഒക്കെ ഉണ്ട് കേട്ടോ. അതുണ്ടോ ഞാൻ കാണുന്നൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഉണ്ട്, ഐസൊക്കെ വീണ് കിടപ്പുണ്ട്, കണ്ടില്ലേ? സംഭവിക്കാന്നല്ല, ഉണ്ട്, കടലിലില്ലെന്നേ ഉള്ളൂ. നമ്മൾ സിറ്റിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവർ ആദ്യം വന്നിരിക്കുന്നത് ഉമിയ എയർപോർട്ടിലേക്കാണ്. ഇവിടെ എയർപോർട്ടുണ്ട് കേട്ടോ, ഉമിയയിൽ കുഞ്ഞൊരു എയർപോർട്ടുണ്ട് ഇവിടെ. പിന്നെ അത് ഐക്യ കണ്ടു തുടങ്ങി ഗൈസ്. ഐക്യയുടെ നാടും കൂടി അത് ഞാൻ പറയാൻ മറന്നു കേട്ടോ. ഇവിടെ സ്വീഡനിൽ ആണ് ഐക്യ ഉണ്ടായത്. വെറുതെ അല്ല കേട്ടോ, ഇതേ മൾട്ടി ആക്സിൽ ലോ ഫ്ലോർ ബസ്സാണ് കണ്ടോ. അതാണ് ഇത്ര നീളം ഉണ്ടായിരുന്നത്. ഞാൻ കരുതി എന്താ ഇതിന് ഇത്ര നീളമുള്ളതെന്നുള്ളത്. ഇവിടെ ഫുള്ള് സ്നോ ആയ ദൈവമേ. ഇവിടെ മൊത്തം മഞ്ഞ് വീണ് കിടക്കുന്നുണ്ടോ എല്ലായിടത്തും. ഇതൊക്കെ ഉറച്ച് കിടക്കും കേട്ടോ, അതായത് മഞ്ഞ് വീഴ്ചയൊക്കെ കഴിഞ്ഞു, ഇത് ഉറച്ച് കിടക്കുവാണ്. നിങ്ങൾ കണ്ടില്ലേ ബസ് ഡ്രൈവറെ? ഒരു അമ്മച്ചിയായിരുന്നു. അതായത് അമ്മച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ പ്രായമുള്ള സ്ത്രീകളെയാണ് അമ്മച്ചി എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല പ്രായമുള്ളൊരു സ്ത്രീയായിരുന്നു അവർ. അയ്യോ, ഇപ്പം തെന്നടിച്ച് വീണാണ് ഞാൻ. അവരെങ്ങനെ പോയാലും ഒരു 50 ഒന്നും അല്ല, 60+ ഉണ്ട് ആ ബസ് ഓടിച്ച ആ ഒരു ഡ്രൈവർക്ക്. താങ്ക് യു. അവരുണ്ടല്ലേ ബസ് നിർത്തി എന്നെ കടത്തി വിട്ടു. എനിക്ക് ആക്ച്വലി സ്റ്റോക്ക്ഹോമിലേക്കാണ് പോകേണ്ടത്, പക്ഷേ എനിക്ക് ഇന്ന് ഇവിടെ നിന്ന് സ്റ്റോക്ക്ഹോമിലേക്ക് പോകാനായിട്ട് ബസ് കിട്ടുമായിരിക്കും, ട്രെയിനൊന്നും കിട്ടില്ല. ബസ് വല്ലതും ഉണ്ടെങ്കിൽ തന്നെ നൈറ്റ് ബസ് ആയിരിക്കും, അതുകൊണ്ട് ഞാൻ അത് പ്രിഫർ ചെയ്തില്ല. അപ്പോൾ ഞാനിന്നിവിടെ ഒരു റൂം എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഏതോ റെയിൽവേ സ്റ്റേഷനടുത്ത്. ഇതെനിക്ക് തോന്നുന്നു ഇവിടുത്തെ സിറ്റി സെൻറ്റർ ഹൈ സ്ട്രീറ്റ് ഏരിയ ആണ്. ഇവിടെ എവിടെയാണ് എൻ്റെ ഹോട്ടൽ കാണിക്കുന്നത് നോക്കട്ടെ. അത് കാണിക്കുന്നുണ്ട്, ഒരു 200 മീറ്റർ കൂടെ ഉണ്ട്. ഇത് ബസ് സ്റ്റാൻഡാണല്ലേ, ബസ് സ്റ്റേഷനാണ്. റെസ്റ്റോറൻ്റ് ഉണ്ട്. പിന്നെ ഇവിടെ ഇതൊരു റെസ്റ്റോറൻ്റ് ആൻഡ് ഗെയിമിങ്, പിന്നെ ഒരു ഗ്രോസറി. ലൈക്ക് ദിസ് പ്ലേസ് ഇത് എൻ്റയർലി ഡിഫറെൻ്റ് ആട്ടോ. ഇവിടുത്തെ സംഭവങ്ങളൊക്കെ, ഇവിടുത്തെ ഈ ഒരു കൾച്ചറും ബാക്കി ഇതൊക്കെ ഇവിടുത്തെ മെയിൻ തിരക്കുള്ള സ്ഥലമാണ്. ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ ഒരു നോർമൽ തിരക്കാണ്. ഇതാണ് ഇവിടുത്തെ സെറ്റപ്പ് എന്ന് പറയുന്നത്. കണ്ടോ നോക്കിയേ, അടിപൊളിയാട്ടോ സംഭവം. ഭയങ്കര റിച്ച് കൺട്രിയിൽ വന്ന ഒരു ഫീല്. റൂമിലെത്തി. ഇതാണ് എൻ്റെ മുറി. ആണോ ഇത് എന്താ പറയുക, എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈക്ക് ഇത് സിമ്പിൾ സാധാരണ മുറി. ഭയങ്കര ഫാൻസി സെറ്റപ്പൊക്കെയാണ്, എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട്. എന്തായാലും സംഭവം കൊള്ളാം, നൈസ്. അപ്പോൾ റെസ്റ്റ് എടുക്കട്ടെ, നോക്കട്ടെ. പുറത്തോട്ട് പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്. നോക്കട്ടെ എങ്ങനെ അവസ്ഥ നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം.